ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ ആരാധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് നിങ്ങൾക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പിഴവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിലോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വളരെയധികം ആഗ്രഹിച്ചിട്ടും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇനിയെങ്കിലും നടന്ന് കിട്ടണം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. ചുരുങ്ങിയത് 21 ദിവസത്തിനുള്ളിലാണ് ഇത് സാധിച്ചു കിട്ടുക. തീർച്ചയായിട്ടും നമുക്ക് ആ 21 ദിവസം ആകുമ്പോഴത്തേക്കും അത് സാധിക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള ഒരു കാര്യമാണിത്. ഭഗവാന് വിളക്ക് കൊളുത്തി, അതായത് ഒരു നെയ്വിളക്കാണ് കൊളുത്തി വെക്കേണ്ടത്. സാധാരണ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് എണ്ണയോ നെയ്യോ ഉപയോഗിക്കാമെന്നുള്ളത്. പക്ഷേ ഇവിടെ നെയ്വിളക്ക് തന്നെ കൊളുത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനു ചുറ്റും വെളുത്ത പുഷ്പങ്ങൾ, മണമുള്ള പുഷ്പങ്ങളെല്ലാം സമർപ്പിക്കുക. ഭഗവാനൊരു മാല ചാർത്താൻ കഴിയുമെങ്കിൽ അതാകാം. പിന്നെ ചന്ദനത്തിരി, അതുപോലെ തന്നെ ഭഗവാനെ നീതിക്കാനായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ശർക്കരയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാം. ഒരു നെയ്വിളക്കാണ് അതിപ്രാധാന്യം. അതിനോടൊപ്പം തന്നെ വെളുത്ത പുഷ്പങ്ങൾ, മണമുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ചെയ്യേണ്ടത് ഒരു തളിക എടുക്കുക. അതിലൊരു റെഡ് കളർ തുണി, ഒരു ചെറിയ ഒരു സമചതുരം, വളരെ ചെറുത് മതി. ഇതിലേക്ക് 3 ഏലക്കായ വയ്ക്കുക. ആ ഏലക്കായ എടുത്ത് കയ്യിൽ മുറുക്കി പിടിക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങളുടെ ധർമ്മദൈവത്തെ 3 വട്ടം പ്രാർത്ഥിക്കുക. 3 വട്ടം ആ ഒരു പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനുശേഷം വീട്ടിൽ എത്ര മുറികളുണ്ടോ ആ മുറികളിലെല്ലാം പോയി ധർമ്മദൈവത്തെയും ഭഗവാനെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് 3 തവണ നിങ്ങളെ ഒഴിഞ്ഞെടുക്കുക. 5 മുറിയുണ്ടെങ്കിൽ 5 മുറിയിൽ പോയിട്ട് ഇത് 3 വട്ടം നിങ്ങൾ ധർമ്മദൈവത്തെയും വിഷ്ണുമായ സ്വാമിയെയും പ്രാർത്ഥിച്ച് നിങ്ങളെ 3 തവണ ഒഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു തളികയിൽ വെച്ചിരിക്കുന്ന ആ ഒരു റെഡ് കളറിലുള്ള തുണിയിൽ ഈ 3 ഏലക്കായ വെച്ച് കെട്ടിവെക്കുക. അപ്പോൾ ആ ഏലക്കായ വെക്കാൻ പാകത്തിനുള്ള ഒരു തുണി എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഈ ഒരു തുണി നല്ല രീതിയിൽ മുറുക്കി കെട്ടിവെക്കുക. അതിനുശേഷം അത് പൂജാമുറിയിൽ മറ്റാരുടെയും ശ്രദ്ധ പെടാത്ത ഒരു സ്ഥലത്ത് ഒരു ഡപ്പയിലിട്ട് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോകളുടെ പുറകിലായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും അടിയിൽ വയ്ക്കാം. അങ്ങനെ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ പോവാത്ത രീതിയിൽ എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ വയ്ക്കാം. എന്നിട്ട് ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനായ നമ, ഓം ശ്രീ വിഷ്ണുവായേ നമ, ഓം ഇഷ്ടവരദായ നമ. ഈ ഒരു മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇത് 21 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് കളയാൻ പാടുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ല. ഇത് ഒരു കാര്യങ്ങളൊന്നും തന്നെ സ്പെസിഫൈ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ധനം വരവ്, അല്ലെങ്കിൽ നമുക്ക് സ്വർണം മേടിക്കാനുള്ള ഒരു സ്ഥിതി, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സക്സസ്, ഒരു സന്തോഷം, അതെല്ലാം നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കുളിച്ച് ശുദ്ധമായിട്ട് വെള്ളിയാഴ്ച ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. അതിനുശേഷം തുടർച്ചയായി 21 ദിവസം ഭഗവാനെ കൃത്യമായി ആരാധിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. കൃത്യമായിട്ടുള്ള വിവരം വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കിട്ടും.